പാനിലോട്ട് 1 കപ്പ് ശർക്കര പൊടിച്ചതും 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കരാപ്പാനി ഉണ്ടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം സെയിം പാനിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനിയിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് അധികം വെള്ളം വറ്റി പോവാത്ത രീതിയിലൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനി 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് വറുത്ത പൊടിയാണ്. 1 നുള്ളു ഉപ്പും 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചു നോക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇതുപോലെ ഗീ പുരട്ടിയിട്ട് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ഒന്ന് മാവ് നിറച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുറ്റിച്ച് കൊടുക്കുക. കുറച്ച് കട്ടിക്കും അതുപോലെ കുറച്ച് വലിപ്പത്തിലും ചുറ്റിച്ച് കൊടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് റോൾ ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം കണ്ടില്ലേ, കാണാൻ നല്ല ലുക്കില്ലേ? ഇതാണ് നമ്മുടെ ശ്രീലങ്കൻ താരം ലവേരിയ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡി ആക്കിയിട്ട് എടുക്കുക. അപ്പം നമ്മളിത് സ്റ്റീമറിലേക്ക് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ ലവേരിയ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്.